യിരെമ്യാവ് 20:11 യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റുള്ളവരാൽ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കപ്പെടുന്നത് നിമിത്തം സങ്കടപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇതിന്റെ 9-10 വാക്യങ്ങളിൽ ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി, സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, ഇന്ന് നിങ്ങളും നിങ്ങളുടെ സങ്കടങ്ങൾ നിമിത്തം എനിക്കിനിയും ഇത് സഹിക്കുവാൻ കഴിയത്തില്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് ജീവിതത്തോട് പോലും വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ശമൂവേൽ 12:22 യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ലെന്നും ആവർത്തന 31:6 നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്നും 8-ാം വാക്യത്തിൽ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങൾ ഇന്ന് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന പ്രശ്നങ്ങളിൽ ആരും സഹായിപ്പാനില്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവ ഒരു മഹാവീരനെ പോലെ നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെയുള്ളതിനാൽ ഈ കർത്താവിനെ സ്നേഹിച്ചും തന്റെ കൽപ്പനകളെ പ്രമാണിച്ചും നമുക്ക് ജീവിക്കാം. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.